Good morning, dear students. Our next chapter, budget, budgeting and budgetary control. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ബഡ്ജറ്റിനെ കുറിച്ചാണ്. നമ്മൾ ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആ മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസിൽ പറയുന്നതാണ് എന്തൊക്കെ, പ്ലാനിങ്ങും കൺട്രോളും അല്ലേ. ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിലും എന്തൊരു ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിലും അവിടെ എന്താ ആവശ്യമാണ്, പ്രോപ്പർ പ്ലാനിങ് ആവശ്യമാണ് അല്ലേ. പ്രോപ്പർ പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ അവരുടെ ഗോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ചിടത്തേക്ക് കാര്യങ്ങൾ നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ പ്രോപ്പർ പ്ലാനിങ് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു ബിസിനസ് അവിടെ ഫെയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മീൻ ചെയ്യുന്നത് എന്താണ്, ആ ഒരു ഓർഗനൈസേഷനിൽ ആ ഒരു ബിസിനസ്സിൽ എന്ത് നടന്നിട്ടില്ല, പ്രോപ്പർ പ്ലാനിങ് നടന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ഈ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്, പ്രോപ്പർ പ്ലാനിങ്ങും അതുപോലെ കൺട്രോളിങ്ങും ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഈസി ആയിട്ട് നമുക്ക് ഗോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്ങിൻ്റെ 2 ഇമ്പോർട്ടൻറ്റ് ടെക്നിക്സ് ആണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അതുപോലെ ബഡ്ജറ്ററി കൺട്രോൾ. ഓക്കെ, പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്ങിൻ്റെ 2 ഇമ്പോർട്ടൻറ്റ് ടെക്നിക്സ് ആണ് ഇതൊക്കെ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അതുപോലെ ബഡ്ജറ്ററി കൺട്രോൾ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ബഡ്ജറ്ററി കൺട്രോളിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണ് ബഡ്ജറ്റ് എന്ന് നോക്കാം. എന്താ ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദ ടേം ബഡ്ജറ്റ് ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം ദി ഫ്രഞ്ച് വേർഡ് ബോഗറ്റ്. It means a leather bag into which funds are appropriated to meet the anticipated expenses. ഇതൊരു ഫ്രഞ്ച് വേർഡായിട്ടുള്ള ബോഗറ്റ് എന്നുള്ളൊരു വേർഡിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ബഡ്ജറ്റ് എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മീനിങ് എന്താണ്, ഇറ്റ് മീൻസ് എ ലെതർ ബാഗ് ഇൻ ടു വിച്ച് ഫണ്ട്സ് ആർ അപ്രോപ്രിയേറ്റഡ് ടു മീറ്റ് ദ ആൻറ്റിസിപ്പേറ്റഡ് എക്സ്പെൻസസ്. ആൻറ്റിസിപ്പേറ്റഡ് എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഫണ്ട് ക്യാരി ചെയ്യുന്ന ഒരു ബാഗ്, അതാണ് നമ്മൾ ഈ ഒരു വേർഡിൻ്റെ മീനിങ് ആയിട്ട് പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് എ ബഡ്ജറ്റ് സിംപ്ലി മീൻസ് എ ഫിനാൻഷ്യൽ പ്ലാൻ. ഇറ്റ് ഈസ് എ പ്ലാൻ എക്സ്പ്രസ്ഡ് ഇൻ മണി. It is a detailed plan of action of business for a definite period of time. In business, a budget may be defined as a statement showing the expected income and expenditure for a definite future period. എന്താണ് പറയുന്നത്, അതായത് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ പ്ലാനാണ്. ഓക്കെ, അത് എക്സ്പ്രസ് ചെയ്യുന്നത് മണിയിലാണ്. നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്. നമുക്കറിയാം ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു വേർഡ് കേൾക്കുമ്പോൾ നമുക്കതിൻ്റെ മീനിങ് അറിയാം അല്ലേ. ബഡ്ജറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത് മണിയിലാണ്. അവിടെ എന്താ പറയുന്നത്, ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് പ്ലാൻ ഓഫ് ആക്ഷൻ ഓഫ് ദി ബിസിനസ് ഫോർ എ ഡെഫിനറ്റ് പീരീഡ് ഓഫ് ടൈം. അതായത് ഒരു ഡെഫിനറ്റ് പീരീഡ് ഓഫ് ടൈമിലേക്കുള്ള ഒരു ഡീറ്റെയിൽഡ് പ്ലാനാണ്, ആ ഒരു ബിസിനസ്സിലെ ഡീറ്റെയിൽഡ് പ്ലാനും കാര്യങ്ങളാണ് ആ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇൻ ബിസിനസ് എ ബഡ്ജറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദി എക്സ്പെക്റ്റഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഫോർ എ ഡെഫിനറ്റ് ഫ്യൂച്ചർ പീരീഡ്. അതായത് ഫ്യൂച്ചർ പീരീഡിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതാണ് ആ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മളിവിടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഫ്യൂച്ചറിലേക്ക് വരാൻ ചാൻസ് ഉള്ള ഇൻകം അതുപോലെ എക്സ്പെൻഡിച്ചർ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇൻകം ഇത്ര ഇൻകം വരാൻ ചാൻസ് ഉണ്ട്, ഇത്ര എക്സ്പെൻസ് വരാൻ ചാൻസ് ഉണ്ട്, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ട് എക്സ്പെക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അതിനനുസരിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. അതാണ് എന്ത് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ബഡ്ജറ്റിംഗ് എന്ന് നോക്കാം. എന്താണ് ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബഡ്ജറ്റിംഗ് സിംപ്ലി മീൻസ് പ്രിപ്പയറിംഗ് ബഡ്ജറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്രിപ്പറേഷൻ, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഓപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ്. എന്താണ് ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിപ്പയറിംഗ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് നമ്മൾ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതിലെന്തൊക്കെ വരുന്നുണ്ട്, ബഡ്ജറ്റിൻ്റെ പ്രിപ്പറേഷൻ, അതുപോലെ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, അതുപോലെ അതിലെ ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്, ഈ ബഡ്ജറ്റിങ്ങിൽ വരുന്നുണ്ട്. ഓക്കെ, ദെൻ ജെ ബാറ്റി സേസ്, അതൊരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. ദ എൻറ്റയർ പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് എ ബഡ്ജറ്റ് ഈസ് നോൺ ആസ് ബഡ്ജറ്റിംഗ്. അതായത് ജെ ബാറ്റി സേസ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ എൻറ്റയർ പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന എൻറ്റയർ പ്രോസസ്സ്, മുഴുവൻ പ്രോസസ്സിനെയാണ് നമ്മൾ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പിന്നെ അടുത്ത് പറയാനുള്ളത് എന്താണ് ബഡ്ജറ്ററി കൺട്രോൾ. ഇപ്പോൾ നമ്മൾ ബഡ്ജറ്റ് എന്താണെന്ന് നോക്കി, അതുപോലെ ബഡ്ജറ്റിംഗ് നോക്കി, ഇനി അടുത്ത് നോക്കാനുള്ളത് ബഡ്ജറ്ററി കൺട്രോൾ. എന്താണ് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബഡ്ജറ്ററി കൺട്രോൾ ഈസ് എ സിസ്റ്റം ഓഫ് യൂസിങ് ബഡ്ജറ്റ് ഫോർ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് കോസ്റ്റ്. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് കൺട്രോളിങ് കോസ്റ്റ് വിച്ച് ഇൻക്ലൂഡ്സ് എ പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ്, coordinating the departments and establishing responsibilities, comparing actual performance with that budgeted and acting upon the result to achieve maximum profitability. എന്താ പറയുന്നത്, ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് കൺട്രോളിങ് കോസ്റ്റ്. എന്താണ് കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റം ആയിട്ടാണ് നമ്മളവിടെ പറയുന്നത് ബഡ്ജറ്ററി
അറിയാം, ബഡ്ജറ്ററി കൺട്രോൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് അവിടെ കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അവിടെ പറയുന്നത്. വിച്ച് ഇൻക്ലൂഡ്സ് ദ പ്രിപ്പറേഷൻ ഓഫ് എന്തൊക്കെ അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ദെൻ കോർഡിനേറ്റിംഗ് ദ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് റെസ്പോൺസിബിലിറ്റീസ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ കമ്പയറിംഗ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ദാറ്റ് ബഡ്ജറ്റഡ്. അതായത് നമ്മൾ ബഡ്ജറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളും അതുപോലെ നമുക്കുണ്ടായിട്ടുള്ള നമ്മുടെ ആക്ച്വൽ പെർഫോമൻസും ബഡ്ജറ്റും കാര്യങ്ങളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ട്. ആക്ടിങ് അപ്പോൺ റിസൾട്ട്സ് ടു അച്ചീവ് മാക്സിമം പ്രോഫിറ്റബിലിറ്റി. ഇതൊക്കെ നമ്മൾ എന്ത് വേണ്ടിയാണ് ചെയ്യുന്നത്? മാക്സിമം പ്രോഫിറ്റബിലിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? മാക്സിമം പ്രോഫിറ്റബിലിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്കുണ്ടായിരുന്ന കോസ്റ്റുകളൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഏതൊക്കെ രീതിയിൽ? നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തിട്ട്, അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും കോർഡിനേറ്റ് ചെയ്തിട്ടും അവർക്ക് വേണ്ടി റെസ്പോൺസിബിലിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുത്തിട്ടും, അതുപോലെ ആക്ച്വൽ പെർഫോമൻസിനെ ബഡ്ജറ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോഫിറ്റബിലിറ്റി അച്ചീവ് ചെയ്യാൻ, മാക്സിമം പ്രോഫിറ്റബിലിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് എന്തിൽ പറയുന്നത്? ബഡ്ജറ്ററി കൺട്രോളിൽ പറയുന്നത്. ഓക്കെ, ഇത് സിസ്റ്റം ഓഫ് കൺട്രോളിങ് കോസ്റ്റ് കൺട്രോൾ ചെയ്തുകൊണ്ടാണ് നമ്മളവിടെ മെയിനായിട്ട് നോക്കുന്നത് കോസ്റ്റ് കൺട്രോളിംഗ് ആണ്, അല്ലേ? കോസ്റ്റ് കൺട്രോൾ ചെയ്തുകൊണ്ട് കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ ഈ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ദെൻ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ റെസ്പോൺസിബിലിറ്റീസ് എസ്റ്റാബ്ലിഷ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്, ഈ ഒരു ബഡ്ജറ്ററി കൺട്രോളിങ്ങിൽ വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ബഡ്ജറ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ, ഈ 3 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതൊന്ന് ജസ്റ്റ് സമ്മറൈസ് ചെയ്തൊരു ഡിഫറൻസ് പോയാൽ ഇവിടെ കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നത് ബഡ്ജറ്റ് ഈസ് എ പ്ലാൻ ബട്ട് ബഡ്ജറ്റിംഗ് ഈസ് എ പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് ബഡ്ജറ്റ്. ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്ലാനാണ്, അല്ലേ? ബഡ്ജറ്റിംഗ് എന്ന് പറയുമ്പോൾ അവിടെ പ്രിപ്പയറിംഗ് ബഡ്ജറ്റ്സ് എന്ത് ചെയ്യാണ്? അവിടെ പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വെൻ ബഡ്ജറ്റ് ഈസ് യൂസ്ഡ് ഫോർ കൺട്രോൾ പർപ്പസ് ഇറ്റ് ബിക്കംസ് ബഡ്ജറ്ററി കൺട്രോൾ. നമ്മൾ ബഡ്ജറ്റ് കൺട്രോൾ പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്, അത് എന്തായി മാറുന്നുണ്ട്? ബഡ്ജറ്ററി കൺട്രോൾ ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ബഡ്ജറ്റ്സ് നമ്മൾ കൺട്രോൾ പർപ്പസിന് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? ഇറ്റ് ബിക്കംസ് ബഡ്ജറ്ററി കൺട്രോൾ. ഓക്കെ, പിന്നെ അവിടെ താഴെ ഡിഫറൻസ് ആയിട്ട് കൊടുത്തിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, എന്താണ്? ബഡ്ജറ്റ് ആൻഡ് ബഡ്ജറ്റിംഗ് ആർ നാരോവർ കൺസെപ്റ്റ് വൈൽ ബഡ്ജറ്റിംഗ് കൺട്രോൾ ഈസ് എ വൈഡർ കൺസെപ്റ്റ്. എന്താണ്? ബഡ്ജറ്റിങ്ങും അവിടെ നാരോവർ കൺസെപ്റ്റിലാണ് പറയുന്നത്. ദെൻ പിന്നെ പറയുന്നത് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നൊരു വൈഡർ കൺസെപ്റ്റാണ്. Okay, then if there is a budget or budgeting, it is not necessary that there should be budgetary control also. But if there is budget or budgeting, it is not necessary that there should be budgetary control. അവിടെ ബഡ്ജറ്റിങ്ങും ഉണ്ടെങ്കിൽ നമുക്കവിടെ ബഡ്ജറ്ററി കൺട്രോളിൻ്റെ അവിടെ ആവശ്യം വരുന്നില്ല, രണ്ടും അവിടെ വരുന്നുണ്ട്. ഓക്കെ, but if there is a budgetary control, then budget and budgeting are must. Then പിന്നെന്താ പറയുന്നത്? അവിടെ ബഡ്ജറ്ററി കൺട്രോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ബഡ്ജറ്റും അതുപോലെ ബഡ്ജറ്റിങ്ങും മസ്റ്റായിട്ടുള്ള കാര്യം, രണ്ടും നമുക്കവിടെ ആവശ്യമുണ്ട്. പിന്നെ പറയുന്നത് രണ്ടാമത്തെ ഡിഫറൻസ്, ബഡ്ജറ്റ്സ് ആർ ബിസിനസ് എസ്റ്റിമേറ്റ്സ് ഫോർ ഫ്യൂച്ചർ പീരിയഡ്. ബഡ്ജറ്റിംഗ് ഈസ് എ പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് ദീസ് എസ്റ്റിമേറ്റ്സ് വൈൽ ബഡ്ജറ്ററി കൺട്രോൾ ഈസ് എ സിസ്റ്റം ഓഫ് അച്ചീവിംഗ് പെർഫോമൻസ് ഓൺ ദി ബേസിസ് ഓഫ് ബഡ്ജറ്റ്. എന്താ പറയുന്നത്? ബഡ്ജറ്റ്സ് എന്ന് പറയുമ്പോൾ എസ്റ്റിമേറ്റ്സ് ഫോർ ഫ്യൂച്ചർ പീരിയഡ്, ബിസിനസ് എസ്റ്റിമേറ്റ്സ് ഫ്യൂച്ചർ പീരിയഡിലേക്ക് ഫ്യൂച്ചർ പീരിയഡിലേക്കുള്ള ബിസിനസ് എസ്റ്റിമേറ്റ്സ് ആണ് എന്ത്? ബഡ്ജറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ ബഡ്ജറ്റിംഗ് ഈസ് എ പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് ദീസ് എസ്റ്റിമേറ്റ്സ് വൈൽ എസ്റ്റിമേറ്റ്സ്, അതായത് ബഡ്ജറ്റിംഗ് എന്ന് പറയുമ്പോൾ പ്രിപ്പറേഷനാണ്, അല്ലേ? ആ എസ്റ്റിമേറ്റ്സിന് നമ്മൾ എന്ത് ചെയ്യാണ്? പ്രിപ്പയർ ചെയ്യണം. പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് ദീസ് എസ്റ്റിമേറ്റ്സ്, നമ്മൾ ബഡ്ജറ്റിംഗിൽ എസ്റ്റിമേറ്റ് ചെയ്തു, ആ എസ്റ്റിമേറ്റിനെ പ്രിപ്പയർ ചെയ്യാണ് അവിടെ ചെയ്യുന്നത്, ബഡ്ജറ്റിംഗിൽ ചെയ്യുന്നത്. ദെൻ ബഡ്ജറ്ററി കൺട്രോൾ ഈസ് എ സിസ്റ്റം ഓഫ് അച്ചീവിംഗ് പെർഫോമൻസ് ഓൺ ദ ബേസിസ് ഓഫ് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുമ്പോൾ എന്താണ്? സിസ്റ്റം ഓഫ് അച്ചീവിങ് പെർഫോമൻസ്, നമ്മൾ അവിടെ അച്ചീവ് ചെയ്യണം. ആ ഒരു ബഡ്ജറ്റിൻ്റെ ബേസിൽ ഉള്ള അച്ചീവിങ് പെർഫോമൻസ് ആണ് ഇതിൽ പറയുന്നത്? ബഡ്ജറ്ററി കൺട്രോളിങ്ങിൽ പറയുന്നത്. ഓക്കെ, തേർഡ് ഡിഫറൻസ് പറയുന്നത് ബഡ്ജറ്റ് ആൻഡ് ബഡ്ജറ്റിംഗ് ആർ ദ പാർട്സ് ഓഫ് പ്ലാനിങ് വെറാസ് ബഡ്ജറ്ററി കൺട്രോൾ ഈസ് ലിങ്ക്ഡ് വിത്ത് കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ. ബഡ്ജറ്റും പറയുന്നത് എന്താണ്? പാർട്ട് ഓഫ് പ്ലാനിങ് ആണ്. ഓക്കെ, പ്ലാനിങ്ങിൻ്റെ പാർട്ടാണ് ബഡ്ജറ്റും അതുപോലെ ബഡ്ജറ്റിങ്ങും. ബഡ്ജറ്ററി കൺട്രോൾ ഈസ് ലിങ്ക്ഡ് വിത്ത് കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ. ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഏതുമായിട്ടാണ് കണക്ട് ആയിട്ടുള്ളത്? കോർഡിനേഷൻ കൺട്രോളിങ്ങുമായിട്ടാണ് അവിടെ ലിങ്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇൻ അതർ വേർഡ്സ് ബഡ്ജറ്റ് ഈസ് ഫിനാൻഷ്യൽ പ്ലാൻ. ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫിനാൻഷ്യൽ പ്ലാനാണ്. വൈൽ ബഡ്ജറ്ററി കൺട്രോൾ റിസൾട്ട്സ് ഫ്രം ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഫിനാൻഷ്യൽ പ്ലാൻ. ബഡ്ജറ്ററി കൺട്രോൾ റിസൾട്ട് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? അതായത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലാണ് നമുക്കെന്ത് ഇതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് എന്ത് കിട്ടുന്നത്? ബഡ്ജറ്ററി കൺട്രോൾ വരുന്നത്.
ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണ് സ്റ്റെപ്സ് ബഡ്ജറ്ററി കൺട്രോള് ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ ബഡ്ജറ്ററി കൺട്രോൾ വരുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എസ്റ്റാബ്ലിഷിംഗ് ബഡ്ജറ്റ്സ് ഫോർ ഈച്ച് സെക്ഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ. എന്താണ്, നമ്മുടെ ഓർഗനൈസേഷൻ ഒരുപാട് സെക്ഷൻസ് ഉണ്ടായിരിക്കും അല്ലേ, അപ്പോൾ ഓരോ സെക്ഷനിലേക്ക് നമ്മുടെ ബഡ്ജറ്റ് എന്ത് ചെയ്യണം, എസ്റ്റാബ്ലിഷ്, അതായത് നമുക്ക് ഉണ്ടാകുന്ന കോസ്റ്റും കാര്യങ്ങളും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം അല്ലേ, അപ്പോൾ അതെല്ലാ സെക്ഷനിലേക്ക് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത് പറയുന്നത് റെക്കോർഡിങ് ദി ആക്ച്വൽ പെർഫോമൻസ്. അത് കഴിഞ്ഞിട്ട് എന്താണ് പറയുന്നത്, രണ്ടാമതായിട്ട് നമ്മൾ നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് അവിടെ റെക്കോർഡ് ചെയ്യണം. ദെൻ തേർഡ് വൺ, കമ്പയറിങ് കണ്ടിന്യൂസ്ലി ദ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ദാറ്റ് ബഡ്ജറ്റ്. നമ്മൾ ബഡ്ജറ്റ് അവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അല്ലേ, ആ ബഡ്ജറ്റിനെ നമ്മുടെ ആക്ച്വൽ പെർഫോമൻസുമായിട്ടും എപ്പോഴും, അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് കമ്പയർ ചെയ്യണം. നമ്മൾ പ്രിപ്പയർ ചെയ്ത ബഡ്ജറ്റും നമ്മുടെ ആക്ച്വൽ പെർഫോമൻസും എന്ത് ചെയ്യണം, കണ്ടിന്യൂസ്ലി അത് എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യണം. ഓക്കെ, ദെൻ ഫോർത്ത് വൺ, കാൽക്കുലേറ്റിംഗ് ദ ഡിഫറൻസസ് ഓഫ് ഓർ വേരിയൻസസ് ബിറ്റ്വീൻ ബഡ്ജറ്റഡ് പെർഫോമൻസ് ആൻഡ് ആക്ച്വൽ പെർഫോമൻസ്. എന്ത് ചെയ്യണം, നമ്മൾ തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്തത്, ആക്ച്വൽ പെർഫോമൻസും ബഡ്ജറ്റ് പെർഫോമൻസും നമ്മൾ കമ്പയർ ചെയ്തു. ഫോർത്ത് സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ വരുന്ന ഡിഫറൻസസ് അല്ലെങ്കിൽ വേരിയേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ബഡ്ജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത ബഡ്ജറ്റ് പെർഫോമൻസിനും അതുപോലെ നമ്മുടെ ആക്ച്വൽ പെർഫോമൻസിലും വരുന്ന ഡിഫറൻസസ് നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ ഫിഫ്ത്ത് സ്റ്റെപ്പിൽ പറയുന്നത് അനലൈസിങ് ദ കോസസ് ഫോർ സച്ച് ഡിഫറൻസസ് ഓർ വേരിയൻസസ്. അപ്പോൾ ഇനി നമ്മളൊക്കെ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എന്തെങ്കിലും ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഡിഫറൻസിൻ്റെ കാരണം എന്താണ് എന്ന് എന്ത് ചെയ്യണം, നമ്മൾ അനലൈസ് ചെയ്യണം. അനലൈസിങ് ദ കോസസ് ഓഫ് ഡിഫറൻസസ് ഫോർ ഓർ വേരിയൻസ്, ആ ഡിഫറൻസസിന് കാരണം എന്താണെന്നുള്ള എന്ത് ചെയ്യണം, അവിടെ അനലൈസ് ചെയ്യണം ഫിഫ്ത്ത് സ്റ്റെപ്പിൽ. ദെൻ സിക്സ്ത് സ്റ്റെപ്പായിട്ട് പറയുന്നത് ഫർണിഷിംഗ് ബഡ്ജറ്റ് റിപ്പോർട്ട് ടു ടോപ്പ് മാനേജ്മെൻറ്റ്. എന്ത് ചെയ്യണം, നമ്മുടെ ബഡ്ജറ്റ് റിപ്പോർട്ട് എന്ത് ചെയ്യണം, ടോപ്പ് മാനേജ്മെൻറ്റിന് പ്രിപ്പയർ ചെയ്തിട്ട് കൊടുക്കണം. ദെൻ സെവൻത്ത് വൺ, ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ് വേർ നെസസറി. നമ്മളൊക്കെ പ്രിപ്പയർ ചെയ്ത് ടോപ്പ് മാനേജ്മെൻറ്റിന് കൊടുത്തു, എന്നിട്ട് എന്ത് ചെയ്യണം, അവരെന്തെങ്കിലും കറക്റ്റീവ് ആക്ഷൻസ് അവിടെ ആവശ്യമാണെങ്കിൽ അവിടെ കറക്റ്റീവ് ആക്ഷൻസ് അവിടെ എടുക്കണം. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ, റിവൈസിങ് ബഡ്ജറ്റ് ഇഫ് നെസസറി. ഇനി എന്തെങ്കിലും കാരണത്തിൽ നമുക്ക് ആ ബഡ്ജറ്റ് റിവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് നമ്മൾ റിവൈസ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റെപ്പാണ് എന്തിൽ വരുന്നത്, ബഡ്ജറ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോളിങ്ങിൽ പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത് പറയുന്നത് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബഡ്ജറ്റ്സ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ. ബഡ്ജറ്റ്സ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോളിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മളിനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, ടു കോർഡിനേറ്റ് ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. എന്താണ്, ഒരു ഓർഗനൈസേഷൻ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടായിരിക്കും അല്ലേ, അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഒക്കെ ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് ചെയ്യണം, കോർഡിനേറ്റ് ചെയ്യണം. ഓക്കെ, കോർഡിനേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ദെൻ സെക്കൻഡ് വൺ, ടു റെഡ്യൂസ് അൺസർട്ടനിറ്റീസ്. എന്ത് ചെയ്യണം, അൺസർട്ടനിറ്റീസ് നമ്മൾ മാക്സിമം റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, അതൊരു ഒബ്ജക്റ്റീവാണ്. ദെൻ തേർഡ് വൺ, ടു ഡയറക്റ്റ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ടു അച്ചീവ് ഗോൾസ്. എന്താണ്, ഇൻഡിവിജ്വൽസിനെയും അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ്സിനെയും നമ്മൾ എന്ത് ചെയ്യണം, ഡയറക്റ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്, നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽസിനെയും അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ്സിനെയും, ഓരോ ഇൻഡിവിജ്വൽസിനെയും ഓർഗനൈസേഷനിൽ വരുന്ന വർക്കേഴ്സിനെയും അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെയും മൊത്തം നമ്മൾ എന്ത് ചെയ്യണം, ഡയറക്റ്റ് ചെയ്യണം ആ ഒരു ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഫോർത്ത് വൺ, ടു പ്ലാൻ ആൻഡ് കൺട്രോൾ ഇൻകം ആൻഡ് എക്സ്പെൻസസ് സോ ആസ് ടു അറ്റൈൻ മാക്സിമം പ്രോഫിറ്റബിലിറ്റി. എന്താണ്, നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻസസ് നമ്മളവിടെ പ്ലാനിങ്ങും കൺട്രോളിങ്ങും നടത്തേണ്ടത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മാക്സിമം പ്രോഫിറ്റബിലിറ്റി അവിടെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഫിഫ്ത്ത് വൺ, ടു ഫിക്സ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് വേരിയസ് ഇൻഡിവിജ്വൽസ് ഇൻ ദ ഓർഗനൈസേഷൻ. എന്താണ്, വേരിയസ് ഇൻഡിവിജ്വൽസ്, ആ ഓർഗനൈസേഷനിൽ വരുന്ന വേരിയസ് ഇൻഡിവിജ്വൽസിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ദെൻ സിക്സ്ത് വൺ, ടു ഡയറക്റ്റ് ദ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻ ദ മോസ്റ്റ് പ്രോഫിറ്റബിൾ മാനർ. എന്താണ്, നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് നമുക്ക് പ്രോഫിറ്റബിൾ മാനറിലേക്ക് നമുക്ക് ഡയറക്റ്റ് ചെയ്യാനായിട്ട്, അതായത് നമുക്ക് ഏതിലാണോ കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ സെവൻത്ത് വൺ, ടു ഇംപ്രൂവ് ദ ഓപ്പറേഷണൽ എഫിഷ്യൻസി ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് കോസ്റ്റ് സെൻറ്റർ. എന്താണ്, ടു ഇംപ്രൂവ് ദി ഓപ്പറേഷണൽ എഫിഷ്യൻസി ഓഫ് ദി ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അതുപോലെ കോസ്റ്റ് സെൻറ്ററിൻ്റെയും ഓപ്പറേഷൻസ് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബഡ്ജറ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ എയ്ത്ത് വൺ, ടു എലിമിനേറ്റ് വേസ്റ്റ് ഓഫ് ഓൾ കൈൻഡ്സ് ടു ഇംപ്രൂവ് എക്കണോമി ആൻഡ് എഫിഷ്യൻസി. എന്താണ്, നമുക്കവിടെ എല്ലാ തരത്തിലുള്ള വേസ്റ്റും നമുക്കവിടെ ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, ടു ഇംപ്രൂവ് എക്കണോമി ആൻഡ് എഫിഷ്യൻസി. ദെൻ നയൻത്ത് വൺ,
to ensure that sufficient working capital is available for the efficient operation of the business. To ensure that sufficient working capital is available. അതായത് നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് അവൈലബിൾ ആണ്, നമുക്ക് എൻഷുർ ചെയ്യാം. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദ എഫിഷ്യൻറ്റ് ഓപ്പറേഷൻ ഓഫ് ദി ബിസിനസ്. ബിസിനസ്സിൻ്റെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷന് ആവശ്യമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാരണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇൻകമും എക്സ്പെൻഡിച്ചറൊക്കെ നമ്മൾ മുൻകൂട്ടി എക്സ്പെക്ട് ചെയ്ത് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇന്ന ബഡ്ജറ്റാണ് നമ്മളവിടെ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ബിസിനസ് ഓപ്പറേഷൻ്റെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബിസിനസ് ഓപ്പറേഷന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ നമുക്കവിടെ ഉണ്ടോ, അവൈലബിൾ ആണോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻഷുർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അതാണ് അടുത്തൊരു ഒബ്ജക്റ്റീവ്സ്. ദെൻ 10th one, to provide yardstick against which actual results can be compared. അവിടെ എന്താ പറയുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നമ്മൾ ആക്ച്വൽ പെർഫോമൻസും അതുപോലെ നമ്മുടെ ബഡ്ജറ്ററി കൺട്രോളും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളവിടെ കമ്പയർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും വേരിയേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ, ടു ഷോ ദ മാനേജ്മെൻറ്റ് വേർ ആക്ഷൻ ഈസ് നീഡഡ് ടു കറക്റ്റ് ഇൻഎഫിഷ്യൻസി. എന്താ പറയുന്നത്? ടു ഷോ ദ മാനേജ്മെൻറ്റ് വേർ ആക്ഷൻ ഈസ് നീഡഡ് ടു കറക്റ്റ് ഇൻഎഫിഷ്യൻസി. അതായത് നമുക്ക് എന്തെങ്കിലും ഇൻഎഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവിടെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് മാനേജ്മെൻറ്റ് അതിനനുസരിച്ചിട്ടുള്ള ആക്ഷൻസും കാര്യങ്ങളൊക്കെ അവിടെ എടുത്ത് ആ ഒരു ഇൻഎഫിഷ്യൻസി കറക്റ്റ് ചെയ്യാനായിട്ട് അവിടെ പറ്റുന്നുണ്ട്. ഓക്കെ, ദീസ് ആർ ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബഡ്ജറ്റ്സ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ. ഇനി അടുത്ത് പറയാനുള്ളത്, വാട്ട് ആർ ദ നീഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് ബഡ്ജറ്റ്സ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ. അതായത് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ നീഡ്, അതല്ലെങ്കിൽ ബഡ്ജറ്റ്സ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾസിൻ്റെ അഡ്വാൻറ്റേജസ്. ഇതാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ടൂൾ ഓഫ് പ്ലാനിങ്. ടൂൾ ഓഫ് പ്ലാനിങ് പറയുമ്പോൾ എന്താണ് പറയുന്നത്? ടൂൾ ഓഫ് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബഡ്ജറ്റിംഗ് കമ്പൽസ് മാനേജ്മെൻറ്റ് ടു പ്ലാൻ ഫോർ ദി ഫ്യൂച്ചർ. ഇറ്റ് മേക്സ് പ്ലാനിങ് പ്രിസൈസ് ആൻഡ് പവർഫുൾ. എന്താണ് പറയുന്നത്? നമുക്കവിടെ നമ്മൾ പറയുന്നത് പ്രോപ്പർ പ്ലാനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാനേജ്മെൻറ്റിനെ ആയാലും നമ്മുടെ ബിസിനസ്സിൽ ആവശ്യമായിട്ടുള്ള കോസ്റ്റിനെ കുറിച്ചും റവന്യൂ, ഇൻകം, എക്സ്പെൻഡിച്ചർ കാര്യങ്ങളൊക്കെ എന്തുണ്ട്, അവിടെ പ്രോപ്പർ പ്ലാനിങ് നമുക്ക് ഈ ബഡ്ജറ്ററി കൺട്രോളിലൂടെയും പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞു. സോ അവിടെ അതൊരു ടൂൾ ഓഫ് പ്ലാനിങ് ആണെന്ന് പറയാം. അതൊരു അഡ്വാൻറ്റേജാണ്. പ്രോപ്പർ പ്ലാനിങ് നടത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ദെൻ സെക്കൻഡ് വൺ, പ്രൊമോട്ട്സ് പ്രോഫിറ്റബിലിറ്റി. അവിടെ എന്താ പറയുന്നത്? ഇറ്റ് മിനിമൈസ് വേസ്റ്റ് ഓഫ് ഓൾ കൈൻഡ്സ് ആൻഡ് പ്രൊമോട്ട്സ് എഫിഷ്യൻസി, പ്രൊഡക്ടിവിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി. എന്താണ് അവിടെ നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഓൾ കൈൻഡ്സ് ഓഫ് വേസ്റ്റേജും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കവിടെ മാക്സിമം മിനിമൈസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഈ പറയുന്ന ബഡ്ജറ്റ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോളിലൂടെ പറ്റുന്നുണ്ട് അല്ലേ. നമുക്കറിയാം നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണ്, അപ്പോൾ അതിനനുസരിച്ചുള്ള കോസ്റ്റ് നമുക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് മാക്സിമം നമുക്ക് വരുന്ന വേസ്റ്റേജസ് നമുക്ക് അവിടെ ഒഴിവാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ് എഫിഷ്യൻസി പ്രൊമോട്ട് ചെയ്യാം, അതുപോലെ പ്രൊഡക്ടിവിറ്റിയും പ്രോഫിറ്റബിലിറ്റിയും ഒക്കെ അവിടെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, തേർഡ് വൺ, ഇവാലുവേറ്റ്സ് മാനേജീരിയൽ പെർഫോമൻസ്. തേർഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവാലുവേറ്റ് മാനേജീരിയൽ പെർഫോമൻസ്. എന്താ പറയുന്നത്? ഇറ്റ് ഈസ് എ ടൂൾ ഫോർ മെഷറിങ് ദ മാനേജീരിയൽ പെർഫോമൻസ്. മാനേജീരിയൽ പെർഫോമൻസ് ഒക്കെ മെഷർ ചെയ്യാനൊരു ടൂളായിട്ട് നമുക്ക് ഈ പറയുന്ന ബഡ്ജറ്ററി കൺട്രോളിനെയും ബഡ്ജറ്റിനെയും യൂസ് ചെയ്യാം. ദെൻ ഫോർത്ത് വൺ, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. എന്താണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, ഹ്യൂമൻ റിസോഴ്സസ് ആയാലും അതുപോലെ നോൺ ഹ്യൂമൻ റിസോഴ്സസ് ആയാലും നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് അവിടെ സാധിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്തത് കോർഡിനേഷൻ. എന്താണ്? It ensures the coordination of activities of various departments and facilitates smooth running of the business enterprises. എന്താണ് പറയുന്നത്? നമുക്കവിടെ കോർഡിനേഷൻ, അതായത് അവിടെ വരുന്ന എല്ലാ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സിലും തമ്മിലുള്ള ഒരു എല്ലാ ആക്ടിവിറ്റീസിലും ഒരു കോർഡിനേഷൻ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് എന്താണ് ഫെസിലിറ്റേറ്റ് സ്മൂത്ത് റണ്ണിങ്. ഒരു കോർഡിനേഷൻ, പരസ്പരം ഒരു കോർഡിനേഷൻ ഉണ്ടാകുമ്പോൾ അവിടെ സ്മൂത്ത് റണ്ണിങ് ആണ്. ആ ഒരു എൻ്റർപ്രൈസസ് നമുക്ക് സ്മൂത്ത് ആയിട്ട് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ സിക്സ്ത് വൺ, ടൂൾ ഓഫ് കൺട്രോൾ. എന്താണ്? ഇറ്റ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് ടൂൾ ടു കൺട്രോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ത്രൂ ബഡ്ജറ്റ് കൺട്രോൾ ദ മാനേജ്മെൻറ്റ് ക്യാൻ ഫൈൻഡ് ഔട്ട് ദി ഡീവിയേഷൻ ഫ്രം ദി പ്ലാൻ ആൻഡ് ടേക്ക് റെമഡിയൽ ആക്ഷൻ. എന്താണ്? നമുക്ക് കൺട്രോൾ ചെയ്യാനൊരു ടൂളാണ് ഇത് ബഡ്ജറ്റ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത് അല്ലേ. കാര്യം നമ്മൾ ഇൻകം ആയാലും എക്സ്പെൻഡിച്ചർ ആയാലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടൂളാണ് ഇത് ഈ പറയുന്ന ബഡ്ജറ്റ് ആൻഡ് ബഡ്ജറ്ററി
കൺട്രോൾ. നമുക്ക് ബഡ്ജറ്ററി കൺട്രോളിലൂടെ നമുക്ക് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ഡീവിയേഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനും അതിനാവശ്യമായിട്ടുള്ള പ്ലാൻ ആക്ഷൻസ് റെമഡിയൽ ആക്ഷൻസ് എടുക്കാനും അവിടെ പറ്റുന്നുണ്ട്. ഓക്കെ. ദെൻ 7th വൺ ഇംപ്രൂവ്സ് കമ്മ്യൂണിക്കേഷൻ. എന്താണ്, നമുക്ക് ഓർഗനൈസേഷനിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. The next one motivates executives. എന്താണ്, ഇറ്റ് മോട്ടിവേറ്റ്സ് എക്സിക്യൂട്ടീവ് ടു അറ്റൈൻ ദ ഗിവൺ ഗോൾ. നമുക്ക് ആവശ്യമായിട്ടുള്ള നമുക്ക് അച്ചീവ് ചെയ്യേണ്ട ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് എക്സിക്യൂട്ടീവ്സിനെയൊക്കെ അവിടെ മോട്ടിവേറ്റ് ചെയ്യാനും നമുക്ക് ഈ ബഡ്ജറ്ററി കൺട്രോൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ. എന്താണ് പറയുന്നത്, ഇറ്റ് ഫെസിലിറ്റേറ്റ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ. ഇൻ ദിസ് വേ ഇറ്റ് സേവ്സ് മാനേജ്മെൻറ്റ് ടൈംസ് ആൻഡ് എനർജി. അതവിടെ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിൾ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്കവിടെ മാനേജ്മെൻറ്റിൻ്റെ ടൈമും എനർജിയും ഒക്കെ സേവ് ചെയ്യാനായിട്ട് അവിടെ പറ്റുന്നുണ്ട്. ഓക്കെ. ദെൻ 10th വൺ ഫെസിലിറ്റേറ്റ് ഡെലിഗേഷൻ. ഇറ്റ് അസിസ്റ്റ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആൻഡ് അസൈൻമെൻറ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റി. അതായത് നമുക്കിവിടെ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളിലും അതുപോലെ റെസ്പോൺസിബിലിറ്റീസ് എംപ്ലോയീസിനും കാര്യങ്ങളൊക്കെ അസൈൻ ചെയ്ത് കൊടുക്കുന്നതിലൊക്കെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട് ആര്, ഈ ബഡ്ജറ്ററി കൺട്രോൾ. ഇറ്റ് പെർമിറ്റ്സ് പാർട്ടിസിപ്പേഷൻ ഓഫ് എംപ്ലോയീസ് അറ്റ് ഓൾ ലെവൽസ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ്. അതുപോലെ എംപ്ലോയീസിനെ നമുക്ക് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ലെവൽസിലും ഈ എംപ്ലോയീസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാനും ഈ ഒരു ബഡ്ജറ്ററി കൺട്രോൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ലാസ്റ്റ് വൺ മെഷർ പെർഫോമൻസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. എന്താണ്, ഇറ്റ് പ്രൊവൈഡ്സ് ടൂൾസ് ഫോർ മെഷറിംഗ് ദ പെർഫോമൻസ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ പെർഫോമൻസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂൾ കൂടിയാണ് എന്ത്, ഈ ബഡ്ജറ്റ്സ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് ആർ ദി മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് ബഡ്ജറ്ററി കൺട്രോൾ. ദെൻ ഓക്കെ, അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ബഡ്ജറ്ററി കൺട്രോൾ. ഓക്കെ, എന്തൊക്കെയാണ് ബഡ്ജറ്ററി കൺട്രോളിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്നാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ബേസ്ഡ് ഓൺ എസ്റ്റിമേറ്റ്സ് ആൻഡ് ഫോർകാസ്റ്റ്. എന്താണ് പറയുന്നത്, അതായത് നമ്മൾ ഈ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഫോർകാസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ആക്ച്വലായിട്ടുള്ള ഇതെന്താ നമ്മുടെ ബഡ്ജറ്റൊന്നും നമുക്കറിയില്ല. നമ്മൾ അതൊരു ഫോർകാസ്റ്റിംഗ് ആണ്. നമ്മൾ പാസ്റ്റ് ഡാറ്റാസൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അത് ജസ്റ്റ് ഒരു എസ്റ്റിമേഷനാണ് അവിടെ നടക്കുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ അതെന്തല്ല ആക്യുറേറ്റ് ആയിക്കൊള്ളണമെന്ന് ഇല്ല. ഓക്കെ, അതാണ് ഫസ്റ്റ് ഡീമെറിറ്റായിട്ട് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ റിജിഡിറ്റി. എന്താണ്, അതവിടെ നമുക്ക് ഈ ബഡ്ജറ്ററി കൺട്രോളിന് റിജിഡിറ്റി ആയിരിക്കും. അതായത് ഇറ്റ് ടെൻസ് ടു ബ്രിങ് അബൌട്ട് ദി റിജിഡിറ്റി ഇൻ കൺട്രോൾ. അതായത് കൺട്രോളിനൊക്കെ റിജിഡിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ റിവിഷൻ മസ്റ്റ് ബി മെയ്ഡ് ഇൻ ടൈം ഇൻ ദ ലൈറ്റ് ഓഫ് ചേഞ്ചിങ് കണ്ടീഷൻ. അതായത് കണ്ടീഷൻസ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ നമുക്കത് റിവൈസ് ചെയ്യേണ്ടതായിട്ട് ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. ദെൻ തേർഡ് വൺ, സക്സസ് ഡിപ്പെൻഡ്സ് അപ്പോൺ സപ്പോർട്ട്. എന്താണ് അവിടെ പറയുന്നത്, നമുക്ക് അതായത് ഇവിടെ പറയുന്ന മാനേജ്മെൻറ്റിൻ്റെയും സബോർഡിനേറ്റ്സിൻ്റെയും പ്രോപ്പർ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ബഡ്ജറ്ററി സിസ്റ്റം അവിടെ സക്സസ്ഫുൾ ആവുള്ളൂ. അതല്ലെങ്കിൽ അതെന്താണ്, അത് സക്സസ് ആയി വരില്ല. ഓക്കെ, അപ്പോൾ സക്സസ് ആവണമെങ്കിൽ അവിടെ എന്താ ആവശ്യമാണ്, മാനേജ്മെൻറ്റിൻ്റെയും അതുപോലെ മാനേജേഴ്സിൻ്റെയും സബോർഡിനേറ്റ്സിൻ്റെയും സപ്പോർട്ട് അവിടെ ആവശ്യമുണ്ട്. ഓക്കെ. ദെൻ ഫോർത്ത് വൺ, ഓൺലി ടൂൾ ഓഫ് മാനേജ്മെൻറ്റ്. എന്താണ്, അതൊരു മാനേജ്മെൻറ്റ് ടൂള് മാത്രമായിട്ടാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ മാനേജ്മെൻറ്റ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇറ്റ് ജസ്റ്റ് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് ഇൻ ക്യാരിയിങ് ഔട്ട് ദി ഡിസിഷൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഡിസിഷൻസ് എടുക്കാനുള്ളൊരു പ്രോസസ്സ് മാത്രമേ അവിടെ വരുന്നുള്ളൂ, വേറെ ഒന്നും അവിടെ പറ്റുന്നില്ല. ദെൻ ഫിഫ്ത്ത് വൺ, എക്സ്പെൻസീവ്. എന്താണ്, ഇതൊരു എക്സ്പെൻസീവ് പ്രോസസ്സാണ് ഇത് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. അതായത് എക്സ്പെൻസീവ് ടെക്നിക്കാണ്. അതായത് നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സ്പെഷ്യലൈസ്ഡ് സ്റ്റാഫ് വേണം. അത് ആ ഒരു സിസ്റ്റം എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ എക്സ്പേർട്ടായിട്ടുള്ള സ്റ്റാഫുകൾ ആവശ്യമാണ്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ആവശ്യമാണ്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്കത് സ്മോൾ കൺസേണിൽ ഈ പറയുന്ന സിസ്റ്റം അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതൊരു ഡിമെറിറ്റാണ്. ദെൻ സിക്സ്ത് വൺ, റിക്വയേഴ്സ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ. എന്താണ്, നമുക്ക് അവിടെ നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് നമുക്ക് എപ്പോഴും അവിടെ എന്ത് ചെയ്യേണ്ടി വരും, ഒരു കണ്ടിന്യൂസ് ഇവാലുവേഷൻ നടത്തിക്കൊണ്ടിരിക്കണം. അതല്ലെങ്കിൽ എന്താണ്, നമ്മുടെ ഈ ബഡ്ജറ്റിങ്ങിൽ നമ്മുടെ ഇൻഎഫിഷ്യൻസീസ് ഹൈഡ് ചെയ്ത് വെക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ദർ ഷുഡ് ബി കണ്ടിന്യൂസ് ഇവാലുവേഷൻ ഓഫ് ആക്ച്വൽ പെർഫോമൻസ്. നമ്മുടെ ആക്ച്വൽ പെർഫോമൻസിന് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, അവിടെ കണ്ടിന്യൂസ് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അത് ചെയ്തില്ലെങ്കിൽ എന്താണ്, നമ്മുടെ ഇൻഎഫിഷ്യൻസീസ് അവിടെ ബഡ്ജറ്റിങ് ഹൈഡ് ചെയ്ത് വെക്കാനുള്ള ചാൻസ് ഉണ്ട്.
ഓക്കെ. ദെൻ 7th വൺ, ടൈം കൺസ്യൂമിങ് ആണെന്ന് പറയുന്നത്. കാരണം എന്താണ്, ഡ്യൂറിങ് ദ പീരിയഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ് ദ ബിസിനസ് കണ്ടീഷൻസ് മേ ചേഞ്ച്, ദെൻ ഓൾ ദ എസ്റ്റിമേറ്റ്സ് മേ ഗോ റോങ് ബൈ ദാറ്റ് ടൈം. എന്താണ് അവിടെ പറയുന്നത്, നമ്മുടെ ടൈം കൺസ്യൂമിങ് ആണെന്നാണ് പറയുന്നത്. കാരണം എന്താണ്, നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ബിസിനസ്സിൻ്റെ കണ്ടീഷൻസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ എന്തായി അവിടെ റോങ് ആയി വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. ഉറപ്പായിട്ടും റോങ്. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഇപ്പോഴത്തെ കണ്ടീഷൻസ് വെച്ചിട്ടാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ആ ബിസിനസ് കണ്ടീഷൻ ടോട്ടലി അവിടെ ചേഞ്ചസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എസ്റ്റിമേഷനും കാര്യങ്ങളും മൊത്തം എന്തായിരിക്കും അവിടെ റോങ് ആയിട്ട് വരും. ഓക്കെ. ദെൻ ലാസ്റ്റ് വൺ, എംപ്ലോയീസ് റെസിസ്റ്റൻസ് പറയുമ്പോൾ എന്താണ്, അവിടെ നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ എക്സ്പെൻസീവ്, അതായത് സ്പെഷ്യലൈസ്ഡ് സ്റ്റാഫുകൾ ആവശ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ സ്പെഷ്യലൈസ്ഡ് സ്റ്റാഫുകൾ എന്ന് പറയുമ്പോൾ അത്ര സ്പെഷ്യലൈസ്ഡ് അല്ലാത്ത സ്റ്റാഫുകൾ ചിലപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കാം. ആ എംപ്ലോയീസിനൊക്കെ ഈ പറയുന്ന സിസ്റ്റം യൂസ് ചെയ്യാൻ അറിഞ്ഞോളണമെന്നില്ല. അവർക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്, എക്സിക്യൂട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ അറിഞ്ഞോളണമെന്നുണ്ടാവില്ല. അപ്പോൾ അത്തരത്തിലുള്ള എംപ്ലോയീസും അതുപോലെ ഇന്നെഫിഷ്യൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടായിരിക്കും, എക്സിക്യൂട്ടീവ്സ് ഉണ്ടായിരിക്കും, വർക്കേഴ്സൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവരൊക്കെ ഈ പറയുന്ന ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ റെസിസ്റ്റ് ചെയ്യും. അതിനവർ സപ്പോർട്ട് ചെയ്തോളണമെന്ന് ഇല്ല. അപ്പോൾ അതും തന്നെയാണ് ഒരു ഡിമെറിറ്റാണ്. ഓക്കെ. ദീസ് ആർ ദ മെയിൻ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ബഡ്ജറ്ററി കൺട്രോൾ. അപ്പോൾ ഇപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ബഡ്ജറ്റ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു, അതുപോലെ ബഡ്ജറ്റിംഗ് പറഞ്ഞു, ബഡ്ജറ്ററി കൺട്രോൾ പറഞ്ഞു, ഇതിൻ്റെ മൂന്നിൻ്റെ ഡിഫറൻസ് ഡിസ്കസ് ചെയ്തു. ദെൻ പിന്നെന്താണ്, ബഡ്ജറ്റിൻ്റെ സ്റ്റെപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു, അതുപോലെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഡിസ്കസ് ചെയ്തു, ദെൻ ഒബ്ജക്റ്റീവ്സും ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക, പഠിക്കുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.